ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ടോട് കൂടിയിട്ട് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിനെ അങ്ങ് തീർത്തോളാം. ഇത് എന്തല്ലോ കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നുന്നുണ്ട്. ലെറ്റ് എഫ് ആർ -4, അതായത് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് ദ നമ്പർ -4/3. അപ്പോൾ എന്താ അതപ്പോൾ കൊടുത്ത റീസണിങ് ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെ ഇതാ 3x+4 ≠ 0, ഡിനോമിനേറ്റർ ≠ 0. അപ്പോൾ എന്താ x ≠ -4/3. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് ദ എഫ് ഇസ് ദ മാപ്പ് ജി. ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ ഫംഗ്ഷന് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ എന്ന് തോന്നുന്നല്ലോ. എക്സ് ബിലോങ്സ് ടു അതായത് എക്സ് എന്ന് പറയുന്ന ഡൊമൈനാണ്, വൈ എന്ന് പറയുന്ന റേഞ്ചാണ്. അപ്പോൾ നമുക്ക് റേഞ്ച് ഒന്നും കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് y = f(x) എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ y = f(x) എന്നാൽ 4x / 3x + 4. ഒരു കാര്യം ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് y × 3x + 4 = 4x. അപ്പോൾ y × ഇത് എന്ത് ചെയ്യുക, രണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ y × 3x 3xy പ്ലസ് എന്താ 4 × y 4y = 4x. ഒരു കാര്യം ചെയ്യാം, ഇതൊന്നൊരു y കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യും, ഈ 4x ഇപ്പുറത്തേക്ക് വരട്ടെ. അപ്പോൾ 3xy മൈനസ് എന്താണ് 4x = ഇതിപ്പുറത്തേക്ക് പോകുമ്പോൾ -4y. x × 4 - y അല്ലല്ലോ, ഒരു മിനിറ്റ് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ 3xy ഇപ്പുറത്തേക്ക് എടുക്കും. അപ്പോൾ 4x - 3xy = 4y. അല്ലെങ്കിൽ എന്ത് പറ്റും പ്രശ്നം, നെഗറ്റീവ് ആയി. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ഒഴിവാക്കി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇതിൽ 4, ഇതിൽ എന്താണ് -3y = 4y. അപ്പോൾ ഇത് നെക്സ്റ്റ് എന്ത് കിട്ടി, x = 4y ഡിവൈഡഡ് ഇതിനെ താഴെ പറഞ്ഞേക്കാം 4 - 3y. അപ്പോൾ എന്താണ് 4/3. അപ്പോൾ ഈ yക്ക് 4/3 വരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ 4 - 3 × ഇതിന് 4/3 ഇട്ട് കൊടുക്കുക, 4/3. അപ്പോൾ ഇത് ക്യാൻസൽ. ഇവിടെ എന്താ ഇപ്പോൾ ബാക്കിയുള്ളത്, 4 - 4 = 0. അപ്പോൾ ഡിനോമിനേറ്റർ 0. ഇപ്പോൾ അത് പറ്റൂല. അപ്പോൾ ആ എലമെൻറ്റ് പറ്റൂല. y cannot be = 4/3. Now g of f(x) = g of f(x). അപ്പോൾ കോമ്പോസിഷൻ എടുക്കുക. g of f(x) എന്ന് പറയുമ്പോൾ 4x / 3x + 4. അപ്പോൾ എന്ത് ചെയ്യുക, ഈ എക്സിനെ കാണുന്ന സ്ഥാനത്ത് ഈ പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് എക്സ് അല്ല, നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യുക, ഈ y കാണുന്നിടത്തല്ല ഈ പറയുന്ന എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മൾ ഈ ഒരു 4x / 3x + 4 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക yക്ക് പകരം. അപ്പോൾ 4 × yക്ക് പകരം ഈ 4x / 3x + 4. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 4 - 3 × yക്ക് പകരം 4x / 3x + 4. ഇത് നമ്മളിനി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, നമുക്കിത് ആദ്യം നമുക്ക് ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഈ 4 × 4 എന്ന് പറയുന്ന x എന്ന് പറയുന്നത് 16x ഡിവൈഡഡ് ബൈ ഇത് ഞാൻ വേറൊരു പേപ്പറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനായിട്ടവിടെ കുത്തിരിക്കലുണ്ടോ. അതായത് നമുക്കത് ഇതിൽ എഴുതാം 4 × 4x / 3x + 4. ഞാൻ ഇതിൽ കംപ്ലീറ്റ് സോൾവ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആക്ച്വലി അത് സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേങ്കിൽ നിങ്ങൾ കൊച്ചു പിള്ളേരായതുകൊണ്ട് കൊച്ചു മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സോൾവ് ചെയ്ത് തരുവാണ്. അതായത് നമുക്കൊരു സ്റ്റെപ്പിൽ കൺഫ്യൂഷൻ വന്നുകൊണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ 4 × 4x എന്ന് പറയുന്നത് 16x. ഇത് കുറച്ചും കൂടി ബുക്ക് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ 16x ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 3x + 4 ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇനി ഇത് എന്താണ്, നമ്മൾ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യല്ല. ആദ്യം ഇതിനെ ഈ ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം ഇതിന് ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 4 - 3 × 4x എന്ന് പറയുമ്പോൾ 12x ഡിവൈഡഡ് ബൈ 3x + 4. ഇനി എന്ത് ചെയ്യുക, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെന്തായാലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 16x ഡിവൈഡഡ് ബൈ 3x + 4 ഡിവൈഡഡ് ബൈ 4 × എന്ത് ചെയ്യുക, 4 × 3x + 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതെന്ത് വരും, 4 × 3x നമുക്ക് വന്നാൽ 12x + 4 × 4 16. അപ്പോൾ 12x + 16 മൈനസ് എന്ത് ചെയ്യുക, 12x × 1 -12x ഡിവൈഡഡ് ബൈ ഈ പറയുന്ന 3x + 4. അപ്പോൾ എന്താ ഇത് നിങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ഇതാ ഈ പറഞ്ഞ നമ്മൾ ചുവന്ന വശി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ രണ്ടിനങ്ങ് ഇതിൻ്റെ കഥ കഴിച്ചാൽ കളിയാം. എടുപ്പോൾ ഇതാ 3x + 4 ക്യാൻസൽ, തീർന്ന് എൻ്റെ കഥ അതോടുകൂടി കഴിഞ്ഞ്. അപ്പോൾ 16x ഡിവൈഡഡ് ബൈ ഇത് കണ്ട ഇവിടെയും ഒരു ക്യാൻസലേഷൻ നടന്നില്ല, 12x - 12x പോയി. അപ്പോൾ ഇവിടെ എന്താ ബാക്കിയുള്ളത്, 16x ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 16. അപ്പോൾ എന്താ ഇതാ പിന്നെയും ക്യാൻസൽ. അപ്പോൾ ലാസ്റ്റ് എന്താ ബാക്കി എന്നത്, എക്സ് ലാസ്റ്റ് ബാക്കി. ഇത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം തന്നെ നമുക്ക് എന്ത് കിട്ടി, g of f(x) നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതാ 16x/16 ക്യാൻസൽ ആയി എക്സ് ലാസ്റ്റ് ബാക്കി കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വൈയും കിട്ടുന്നുണ്ടോ നോക്കാം. f(g(y) ഇത് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തരുവാണ്. ഞാനിപ്പോൾ ചെയ്തൊരു മെത്തേഡ് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് y ആണെന്ന് പ്രൂവ് ചെയ്യുക.
ഹോംവർക്കാണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഇത് അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. എഫ് ഓഫ് ജി ഓഫ് വൈ ഇസിക്കൽ എഫ് ഓഫ് ജി ഓഫ് വൈ. അപ്പോൾ എഫ് ഓഫ് 4y ഇൻറ്റു എന്താണ് 4 മൈനസ് 3y. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 4 ഇൻറ്റു ഈ വൈൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ 4y ഡിവൈഡ് ബൈ 4 മൈനസ് 3y. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 4 ഇൻറ്റു 4y ഡിവൈഡ് ബൈ 4 മൈനസ് 3y. ഇത് ഓൾമോസ്റ്റ് ഇതേപോലത്തെ 4 ഇൻറ്റു 4x ഡിവൈഡ്, അത് ആകെ എന്താണ് ഒരു എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേ സെയിം പ്രൊസീജിയർ തന്നെ, ജസ്റ്റ് ഇവിടെ എക്സിന് പകരം വൈ ആയിരിക്കും. ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും ആൻസർ, ഇത് ഫുൾ ചെയ്യുമ്പോഴത്തേക്ക് 16y ഡിവൈഡ് ബൈ 16 ക്യാൻസൽ ആകുമ്പോൾ ലാസ്റ്റ് വൈ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ എന്താ 16y ഡിവൈഡ് ബൈ 16 ഈക്വൽ ടു വൈ. അപ്പോൾ ഇതേതിൽ നമുക്ക് മനസ്സിലായി എഫ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എക്സും എഫ് ഓഫ് ജി ഓഫ് വൈ എന്ന് പറയുന്ന വൈ ആയിട്ട് കിട്ടി. അപ്പോൾ എന്താ ജി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്താണ് ആർ മൈനസ് സെറ്റ് അല്ല ആർ മൈനസ് എലമെൻറ്റ് മൈനസ് 4/3 ആൻഡ് എഫ് ഓഫ് ജി ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഓഫ് റിയൽ ഫംഗ്ഷൻ. ദസ് ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എന്താണ് എഫ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞ കണ്ടീഷൻ, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എക്സും എഫ് ഓഫ് ജി ഓഫ് വൈ വൈയും ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഈ ഫംഗ്ഷൻ്റെ, അതായത് ഈ എഫ്, അതായത് എന്താ പറയുക, ലൈക്ക് യുനോ ദ ഫംഗ്ഷൻ എഫ് ഇറ്റ്സ് ഇൻവേഴ്സ് ഇസ് ജി, അതായത് എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ജി. ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജി ആണ്. നമുക്ക് മനസ്സിലായി ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജി ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ജി. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അപ്പോൾ റേഞ്ച് എഫ് ടു എന്താണ് ആർ മൈനസ് എന്താണ് എലമെൻറ്റ് 1 വിച്ച് ഇസ് ഗിവൺ ബൈ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 4y ഡിവൈഡഡ് ബൈ 4 മൈനസ് 3y. ദാസ് ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. എങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുക, ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു, അതായത് ആക്ച്വലി നമ്മൾ എഫ് ഇൻവേഴ്സ് വൈ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അതല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി, ജി ഓഫ് വൈ കണ്ടുപിടിച്ചാൽ മതി. ബിക്കോസ് ജി ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്, അതായത് ഈ പറയുന്ന നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ജി ഏതിന് ഈക്വൽ, ഇതിൻ്റെ ഇൻവേഴ്സിന് ഈക്വൽ ആണ്. ഇതെങ്ങനെ ഈക്വൽ ആയത്, നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സും എഫ് ഓഫ് ജി ഓഫ് വൈ ഇസിക്കൽ വൈ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ പറഞ്ഞ ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് എന്ന് പറയാൻ കാരണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഇതിനെ നമ്മൾ ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. അതാണ് ആ ക്വസ്റ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ കൂടി കാണാം. അത് നമ്മൾ സെലക്റ്റഡ് എന്താണ് NCERT എക്സാമ്പിളർ ക്വസ്റ്റ്യനിൽ ഇതേതിൽ മിസ്സലേനിയസ് സെക്ഷൻ ഇതല്ല, ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാർട്ടിനെ അവസാനിപ്പിക്കാം. എളുപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യന് ഞാൻ ഇതിൻ്റെ ഒരു കോമ്പോസിഷനെ കുറച്ച് അതിൽ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത് അത് ഇനി മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോമ്പോസിഷൻ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഫൈൻഡ് ഈ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് x² + 3x + 1, പിന്നെ ജി ഓഫ് എക്സ് 2x - 3. നമുക്ക് ഇതെല്ലാം ഈ കോമ്പോസിഷനിലാണ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് ജി, ജി ഓഫ് എഫ്, എഫ് ഓഫ് എഫ്, ജി ഓഫ് ജി. നമുക്ക് ഈ കോമ്പോസിഷൻ കംപ്ലീറ്റ് തറവാക്കാമല്ലോ. നമുക്ക് എഫ് ഓഫ് എക്സ്, എഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് എഫ് ഓഫ് എന്താണ് ജി ഓഫ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫിന് എടുത്ത് തന്നെ വെക്കും. എന്നിട്ട് ജി ഓഫ് എക്സ് ആണ് നമുക്ക് എന്താണെന്ന് അറിയാം 2x - 3. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഈ 2x - 3 കിട്ടിയത് ഇനി പറഞ്ഞാൽ നമ്മൾ ഈ എഫ് ഓഫ് എക്സ് ഉണ്ടല്ലോ, അവിടെ ഏടിയെല്ലാം ഈ എക്സ് കാണുന്നുണ്ട്, അവിടെ എല്ലാം എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ 2x - 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 2x - 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x - 3 എന്തുണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, പ്ലസ് 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 2x - 3 പിന്നെ +1. അത് കുഴപ്പമില്ല. എന്ത് ചെയ്യുക, ഇത് വേണ്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താണ് 4x² + 9 മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ -12x പ്ലസ് 3 ഇൻറ്റു 2x എന്ന് പറയുമ്പോൾ 6x, 3 - 3 -9 +1. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 4x² എന്തായാലും എന്താണ് നമുക്കൊന്ന് 9ഉം -9ഉം ക്യാൻസലായി. പിന്നെ ഈ പറഞ്ഞ 4x² - 6x +1 ഇതായിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ്. നെക്സ്റ്റ് ബിലോങ്സ് ടു ആർ. ഇങ്ങനെയാണ് ഈ പറഞ്ഞ കോമ്പോസിഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ജി ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് അതെന്തായിരിക്കും, ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്താ x² + 3x + 1. അപ്പോൾ ജി ഇൻറ്റു 3x² + 3x + 1. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ ഈ ജി ഓഫ് എക്സ് കൺസിഡർ ചെയ്യുക. ഇതിൽ ഏടിയാണ് എക്സ് വരുന്നത്, അവിടെ എല്ലാം എന്ത് ചെയ്യുക, ഈ x² + 3x + 1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്താ x² + 3x + 1. അത്ര എളുപ്പത്തിൽ നമുക്ക് കോമ്പോസിഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു -3 ഉണ്ട്. ഇത് കംപ്ലീറ്റ് സോൾവ് ചെയ്യുന്നപ്പോഴത്തേക്ക് 2x² + 6x - 1 എന്നായി. ഇത്ര സിമ്പിളായിട്ട് കോമ്പോസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഇനി എഫ് ഓഫ് എഫ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എന്താണ്, എഫ് ഓഫ് എക്സ് എന്താ, എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്താണ്, എഫ് ഓഫ് എക്സ് എന്താ x² + 3x + 1.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏടിയെല്ലാം മറ്റെന്താണ് ഈ എക്സ് കാണുന്നുണ്ട് അവിടെയല്ലേ ഈ പറഞ്ഞ ഈ എക്സ് സ്ക്വയർ പ്ലസ് 3x+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താ ഈ എക്സ് സ്ക്വയറിന് എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് എക്സ് അല്ല, എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ പ്ലസ് 3x+1 എന്താണ് ഒരു സ്ക്വയർ ഇല്ലോണ്ട് അതിൻ്റെ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്താ എക്സ് സ്ക്വയർ പ്ലസ് 3x+1 ഇങ്ങനെ കോമ്പോസിഷൻ എടുക്കുക. പിന്നെ ഒരു +1 ഉണ്ട്. ഏതായാലും ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് ആക്ച്വലി എന്താണ് ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ x⁴, 3xൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9x², 1ൻ്റെ സ്ക്വയർ 1, പിന്നെ 3 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ല 3 ഇൻറ്റു എക്സ് സ്ക്വയർ അല്ല. ഇതെന്തായാലും നിങ്ങൾ സോൾവ് ചെയ്യുക. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഫൈനലി ആൻസർ എന്താണ് ഇത് ഈ സോൾവ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞു തരുന്ന ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫൈനൽ ആൻസർ x⁴ പ്ലസ് 3x³ പ്ലസ് 14x² പ്ലസ് 15x പ്ലസ് 5 ഈക്വൽ ടു 5 ആയിരിക്കും. ഈക്വൽ ടു 5 അല്ല സോറി, x⁴ പ്ലസ് 6x³ പ്ലസ് 14x² പ്ലസ് 15x പ്ലസ് 5 ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ f(g) കണ്ടുപിടിച്ച് g(f) കണ്ടുപിടിച്ച് f(f) കണ്ടുപിടിച്ച് ഇനി g(g) കണ്ടുപിടിക്കാം. അതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. g(x) എന്ന് പറയുന്നത് എന്താ g(x). അപ്പോൾ g(x) എന്താ 2x - 3. അപ്പോൾ ഏടിയെല്ലാം മറ്റേ ഈ പറഞ്ഞ എക്സ് കാണുന്നുണ്ട് അവിടെയെല്ലാം എന്ത് ചെയ്യുക, ഈ 2x - 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 2x - 3, പിന്നെ എന്തുണ്ട് ഇവിടെ ഒരു -3 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 2 4x, 2 ഇൻറ്റു -3 -6x. അപ്പോൾ എന്താ 4x - 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 4x, അതായത് 2 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ -6. അപ്പോൾ -6 പിന്നെ പുറത്തുണ്ടൊരു -3 ഉണ്ട്. അപ്പോൾ എന്താ -9. പിന്നെ 2 ഇൻറ്റു 2x 4x. അപ്പോൾ 4x - 9. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതാ f(g) കണ്ടുപിടിച്ച് g(f) കണ്ടുപിടിച്ച് f(f) കണ്ടുപിടിച്ച് g(g) കണ്ടുപിടിച്ച് ഇങ്ങനെയാണ് എളുപ്പത്തിൽ എന്ത് ചെയ്യുക കോമ്പോസിഷൻ ഓഫ് 2 ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുക. ഇതാണ് അപ്പോൾ അതിൻ്റെ എളുപ്പയിലെ മെത്തേഡ്. എവിടെയാണോ നിങ്ങൾ ആ ഫംഗ്ഷൻ കാണുന്നത് ആ എക്സിലേക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആ പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. എളുപ്പത്തിലെ കോമ്പോസിഷൻ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് ചെയ്തൊന്നും വലിയ ആനക്കാരിയൊന്നുമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ചൊരു കോമൺ സെൻസ് ലോജിക് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ടോപ്പിക്. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട് എന്താ പറയുക റിലേഷൻ ഫംഗ്ഷൻ ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. പക്ഷേ എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക് ഉണ്ട്, അത് ഈ പറഞ്ഞ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് എനിക്ക് ഇത്ര ലാഘവത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ലാഘവത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടൊരു പ്രാക്ടീസാണ് നമുക്കിപ്പോൾ ആവശ്യം. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്, അപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിനെസ്സിലാണ്. കാരണം 2 ദിവസം കൊണ്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും തീർത്ത് ഈ പറഞ്ഞ എന്താ നമ്മളെ എടുപ്പോയി ഈ പറഞ്ഞ റിലേഷനും ഫംഗ്ഷനും തീർത്ത് 2 ദിവസം കൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെതായൊരു ഹാപ്പിനെസ് ഓവർലോഡ് ആവുന്നുണ്ട് എനിക്ക്. ഇനി എന്ത് ചെയ്യാം, നമുക്കിനി വേറൊരു ചാപ്റ്ററായിട്ട് ഇനി അടുത്ത ദിവസം കാണാം.